reportedly devised a plan to father up to 5,000 children in response to declining global birth rates, which he views as a significant threat to civilization. Already a father to at least 14 children with multiple women. എന്താടോ താൻ ഇത്രയും കാര്യമായിട്ട് ആ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിക്കാൻ പറ്റാത്ത വലിയ പുതിയ റെസിപ്പി ആണോ? എവിടുന്ന്? ഇപ്പോൾ ഉണ്ടാക്കുന്നത് തന്നെ അധികം. ഇനി പുതിയ രീതികൾ പഠിക്കാനോ? എന്റെ ബ്യൂട്ടി കളഞ്ഞ ഒരു പരിപാടിക്ക് ഞാനില്ല. പിന്നെ എന്നതാണ് താൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓ, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. എന്താണ് ഇവിടെ ഒരു കശപശ? അല്ല, ഫുഡിന്റെ കാര്യമാണോ? അതെ അതെ, വിഷയം ഫുഡ് തന്നെ. നിങ്ങൾക്കൊക്കെ അത് തന്നെയല്ലേ ഉള്ളു വിചാരം അല്ലേ? ഇത് അതൊന്നും അല്ലെന്നേ. ഇല്ല, അവള് ഒത്തിരി നേരമായിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതാണ് വിഷയം. ഓ, അതാണോ കാര്യം? അത് ചിലപ്പോൾ തുടരും സിനിമ കാണുമായിരിക്കും. ലാലേട്ടൻ ഫാനല്ലേ? അതൊന്നും അല്ലെന്നേ. നിങ്ങൾ ആരും പത്രവും ന്യൂസും ഒന്നും കാണുന്നില്ലേ? അല്ല, ഇന്ന് എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എന്താണ് വിഷയം? ദാ വന്നു നമ്മുടെ ഫ്ലൈയിങ് സോസർ. അല്ലേലും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ലെന്ന് പറയുന്നത് എത്ര കറക്റ്റാണ്. ദേ ഇത് കണ്ടോ? എന്നാ കണ്ടെന്നാ ഇയാൾ ഈ പറയുന്നത്? ഇലോൺ മസ്കിന് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സ്ത്രീകളുടെ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്താൽ മില്യൺസ് പ്രതിഫലം തരുമെന്ന്. വൻപിച്ച ഓഫർ അല്ലേ? അതിന് പാത്രം ഉള്ളവർക്കല്ലേ പാടുള്ളൂ. എവിടെ ഇത് കൊള്ളാമല്ലോ. എന്നാ പിന്നെ ആരെ കൈ നോക്കാം. ഈ പൈസ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. ആര് ഞെളിഞ്ഞു നിൽക്കണ കാര്യമാണ് നിങ്ങൾ ഈ പറയണേ? ആ, ടീച്ചറിനോട് ചോദിച്ചാ കാര്യങ്ങളെല്ലാം നല്ല വേടിപ്പായിട്ട് പറഞ്ഞു തരും. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം. അറിയാത്ത കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ മക്കളെ. ടീച്ചറെ, എനിക്കൊരു സംശയം. ഇലോൺ മസ്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നത് കേട്ടത് ശരിയാണോ? നല്ല പ്രതിഫലം കിട്ടും, ട്രീറ്റ്മെന്റ് ഫുൾ ഫ്രീയുമാണ്. പിന്നെ റോക്കറ്റിൽ കയറി ഫ്രീ ആയി സ്പേസിലോട്ടും പോവാം. ടീച്ചർക്കും വേണമെങ്കിൽ ഒരു കൈ. സംഗതി ഞാനും കേട്ടു. വാർത്ത ശരിയുമാണ്. എന്ത് ചെയ്യാം, അടുപ്പുണ്ടെങ്കിലല്ലേ പുകയുണ്ടാവുള്ളൂ. സംഗതി എന്തായാലും കൊള്ളാമെന്ന് തോന്നുന്നു. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരുപാട് സ്ത്രീകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തെന്നാ കേൾക്കുന്നത്. ആ, സാധിക്കുന്നവർ ചെയ്യട്ടെ. ആ, അതൊക്കെ പോട്ടെ. അല്ല ടീച്ചറെ, മദേഴ്സ് ഡേ ഈ ഇടയല്ലേ കഴിഞ്ഞത്? ഇത്തവണ നമ്മുടെ കൈരളി നമ്മളെ വേണ്ട രീതിയിൽ ആദരിച്ചിട്ടില്ല. എന്നെ ആദരണമാന്നേ. ഒരു വാട്ടപ്പൂവും തന്നിട്ട് സ്ത്രീ അമ്മയാണ്, സുഹൃത്താണ്, സഹോദരിയാണ്, ഒലക്കയാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നാൽ തെറി വിളിയും മുതുകിനിടിയും. അല്ല ടീച്ചറെ, എന്നതായി മദേഴ്സ് ഡേ? എന്തിനാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്? അപ്പോൾ തനിക്ക് ഇതിനെ കുറിച്ച് ഒരറിവും ഇല്ലേ? പിന്നെ അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇയാള് പണ്ട് ട്രംപിന്റെ പേഴ്സണൽ സെക്രട്ടറി ആവില്ലായിരുന്നോ? നിങ്ങൾ വെറുതെ തർക്കിക്കേണ്ട. 1908 ആദ്യമായിട്ട് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ ഈ വെസ്റ്റ് വെർജീനിയയിലുള്ള ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ 1914 അമേരിക്കൻ പ്രസിഡന്റ് ആയ വുഡ്രോ വിൽസൺ ആണ് മദേഴ്സ് ഡേ ഒരു നാഷണൽ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെ കൈരളി പ്രസിഡന്റും ചരിത്രത്തിൽ ഇടം പിടിക്കുമായിരിക്കും അല്ലേ? അല്ല ടീച്ചറെ, എനിക്കൊരു സംശയം. നമ്മൾ എന്ത് ചെയ്തിട്ടാ നമ്മൾ ഇതിനു മാത്രം ആദരിക്കുന്നത്? ഈ പുരുഷന്മാർക്കൊന്നും ഒരു കുന്തവും കിട്ടുന്നില്ലല്ലോ. അത് കൊള്ളാം. സ്ത്രീ ഒരു അമ്മയാണ്. അമ്മയില്ലെങ്കിൽ മക്കളില്ല. സ്ത്രീ ഒരു സഹനമാണ്. സ്ത്രീ ഒരു നല്ല സുഹൃത്താണ്. സ്ത്രീ ഒരു നല്ല ഭാര്യയാണ്. സ്ത്രീ ഇല്ലെങ്കിൽ ഈ ലോകമില്ല. സ്ത്രീ ഇല്ലെങ്കിൽ ഭർത്താവ് ഇല്ലേ ഇല്ല. സ്ത്രീ ഒരു ശക്തിയാണ്. മതി മതി മതി, നിർത്ത്. ഇത്രയൊക്കെ ആണെങ്കിലേ നമുക്ക് അടുത്ത മദേഴ്സ് ഡേക്ക് നമ്മുടെ കൈരളി പ്രസിഡന്റിനോട് പറഞ്ഞ് എല്ലാ സ്ത്രീകൾക്കും ഓരോ ഡയമണ്ട് റിംഗ് എങ്കിലും ചോദിച്ച് വാങ്ങണം. അമ്മയില്ലാത്ത ലോകം വെള്ളമില്ലാത്ത കിണർ പോലെയാണ്. സ്ത്രീശക്തി മഹാശക്തി.